ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ജലവിസ്മയ കാഴ്ചകൾ തീർക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാകും. ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരമാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണം. ഓഗസ്റ്റ് 2 വരെയാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് മാമാങ്കം അരങ്ങേറുക. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ മലബാർ റിവർ ഫെസ്റ്റിവലിൽ കാണികളെ ആവേശത്തിലാഴ്ത്താൻ ഇത്തവണ എത്തുന്നത് കയാക്ക് സ്ലാലോം, വാട്ടർ ക്രോസ്, ഡൗൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ്. ന്യൂസിലാൻഡ്, ഇറ്റലി, മലേഷ്യ, നേപ്പാൾ തുടങ്ങി 6ലധികം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും 100ലധികം ദേശീയ കയാക്കർമാരുമാണ് മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങൾക്ക് മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കളക്ടർ, MLA ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി വേദി സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. 4 ദിവസങ്ങൾ കോഴിക്കോടിന് വലിയൊരു ആഘോഷരാവുകളായിരിക്കും സമ്മാനിക്കുക എന്ന് കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. നമ്മൾ പല കമ്മിറ്റികളായിട്ട് രൂപീകരിച്ചുകൊണ്ടാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ കമ്മിറ്റി കൺവീനേഴ്സിനെയും ചെയർപേഴ്സൺസിനെയും നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും സേഫ്റ്റി മുതൽ വോളണ്ടിയേഴ്സിനുള്ള ഫുഡ്, വോളണ്ടിയേഴ്സും അതും എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരം കമ്മിറ്റികളിലൂടെയാണ്. അപ്പം അറേഞ്ച്മെന്റ്സ് എല്ലാം ഇൻ പ്ലേസ് ആണ്. നമുക്ക് ഇനിയുള്ളൊരു 4 ദിവസം നല്ല ആഘോഷപൂർവ്വം തന്നെ പ്രോഗ്രാം കൊണ്ടുപോകാന്നുള്ളതാണ് വിശ്വാസം. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് പുറമെ ഇന്ത്യൻ കയാക്കിംഗ് ടീമിന്റെ റാങ്കിങ്ങും ട്രയൽസും നടക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിനുണ്ട്. കായിക പ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ എത്തിച്ചേരാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലാണ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് CK കാസിം MLA പറഞ്ഞു. വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്റർനാഷണൽ കയാക്കേഴ്സ് എത്തിയിട്ടുണ്ട്. അവരുടെ പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും വെള്ളമൊക്കെ തന്നെ അനുകൂലമാണ് എന്നുള്ളത് മറ്റൊരു അനുകൂല ഘടകമായി നിൽക്കുകയാണ്. ഓഗസ്റ്റ് 2 വരെയാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരം നടക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.